2022 ജൂലൈ മാസത്തിലാണ് അഫ്രീൻ ഫാത്തിമയുടെ വീട് യുപിയിലെ യോഗി ആദിത്യനാഥ് സർക്കാർ ബുൾഡോസ് ചെയ്യുന്നത്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ എൻ്റെ ഇളയ പെങ്ങളുടെ വീട്ടുകൂടൽ ചടങ്ങ് തലശ്ശേരിയിൽ നടക്കുകയായിരുന്നു. ഞാൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രമുഖ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളൊക്കെയും ആ ഭീകരമായ ബുൾഡോസിംഗ് സംഭവം റിപ്പോർട്ട് ചെയ്തത് എന്ന് നിരന്തരം ഓരോ ചാനലുകൾ മാറി മാറി നോക്കുമ്പോഴും ഞാനിങ്ങനെ കാണുകയായിരുന്നു. അഫ്രീൻ്റെ പിതാവ് ജാവേദ് മുഹമ്മദ് സാഹിബിനെ പമ്പ് ജാവേദ് എന്ന് വിളിച്ചുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ മീഡിയകളും അന്ന് അദ്ദേഹത്തെ ഭീകരവൽക്കരിക്കുന്ന രീതിയിലും ഈ ബുൾഡോസിങ്ങിനെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലും റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇത് ആമുഖമായി പറയാൻ കാരണം, ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഓരോ സംഭവങ്ങളെയും നോക്കിക്കാണുന്നതെന്നും അതേതൊക്കെ ഭാഷയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, വളരെ സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിലെ ജനങ്ങൾ എന്താണോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഏത് രീതിയിലും ഭാഷയിലുമാണോ മീഡിയകൾ വിഷയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അത് ഏതാണ്ടെല്ലാ ജനങ്ങളും, ഭൂരിഭാഗം ജനങ്ങളും അത് അതേപടി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവരാണ് മനഃസാക്ഷികളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. മക്തൂബ് മീഡിയയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയിൽ വളരെ ധീരമായി മനുഷ്യാവകാശത്തിൻ്റെയും ന്യൂനപക്ഷ വിഷയങ്ങളുടെയും ഭാഗത്തു നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മക്തൂബ് മീഡിയ. ഇന്ന് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിലായി പ്രതിമാസം ശരാശരി 20 കോടിയിലധികം വായനക്കാരിലേക്ക് മക്തൂബിൻ്റെ വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയ സംഘം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ദിനംപ്രതി മാധ്യമ സ്ഥാപനങ്ങൾ നിരന്തരം ഭരണകൂടത്തിൻ്റെ മെഗാഫോണുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സത്യവും ശരിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് മക്തൂബ് അതിൻ്റെ മാധ്യമധർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി വായനക്കാരിലേക്ക് സംഭവങ്ങളുടെ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മക്തൂബിൻ്റെ റിപ്പോർട്ടുകൾ, വാർത്തകൾ, വിശകലനങ്ങൾ നിരന്തരം എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഒരു ദിവസം പോലും മക്തൂബിൻ്റെ റിപ്പോർട്ട് നിലച്ചതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. 2025 മക്തൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച വർഷമായിരുന്നു. ഹിന്ദിയിൽ മക്തൂബ് പ്രവർത്തനം ആരംഭിച്ചു. ഒരു വർഷത്തിനകം തന്നെ പ്രതിമാസം ശരാശരി 5 കോടി വായനക്കാരിലേക്ക് മക്തൂബിൻ്റെ വാർത്തകൾ ഹിന്ദി ഭാഷയിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ വംശഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി മക്തൂബ് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെതിരിലും മറ്റു പിന്നാക്ക സമൂഹങ്ങൾക്കെതിരിലും നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട, നീതി നിഷേധവുമായി ബന്ധപ്പെട്ട, വിവേചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ കൃത്യമായും വേഗതയിലും മക്തൂബ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ അസത്യങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടും അന്യായമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളുടെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടും ഈ കാലത്ത് ഒരു മാധ്യമ സ്ഥാപനം നിർവഹിക്കേണ്ട ദൗത്യം യഥാവിധി നിർവഹിക്കുന്നതിൽ മക്തൂബ് വിജയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അത്യന്തം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മക്തൂബ് പോലെയുള്ളൊരു മാധ്യമ സ്ഥാപനത്തിന് തീർച്ചയായും നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. വായനക്കാരുടെ സബ്സ്ക്രിപ്ഷനാണ് മക്തൂബ് മീഡിയ പോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും മക്തൂബ് മീഡിയയെ സഹായിക്കണം, പിന്തുണക്കണം എന്നാവശ്യപ്പെടുകയാണ്. 600 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ മക്തൂബ് മീഡിയയ്ക്കുണ്ട്. ഈ സത്യത്തിൻ്റെ ശബ്ദത്തെ വളരെ ധീരമായി ഇന്ത്യയിൽ നിലനിർത്തുന്നതിനു വേണ്ടി, മുന്നോട്ട് പോകുന്നതിനു വേണ്ടി നിങ്ങളാലാവും വിധം സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിൽ നിങ്ങൾ അണിചേർന്നുകൊണ്ട് ഈ സ്വതന്ത്ര മാധ്യമ സ്ഥാപനത്തെ പിന്തുണയ്ക്കണം, ശക്തിപ്പെടുത്തണം എന്ന് വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്.